ഉണ്ണി ഇറങ്ങി വാടാ. നീ ഞങ്ങളുടെ ജോലി കളിച്ച് ഇവിടെ ഒന്ന് ഒളിച്ചു പണിയാ? ഞാനൊന്നും കളയിച്ചില്ല. നീ കളയിച്ചില്ല അല്ലേ? നീ ഇപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് ചരക്കണ്ട. ഞാനൊന്നും മോനോട് പറഞ്ഞിട്ടില്ല. മാല മാറ്റി വെച്ചിട്ട് എന്നെ കളക്കിയത്. നീ വലിയ വർത്താനൊന്നും പറയണ്ട, വേഗം ഇവിടെ സ്ഥലം വിട്ടണം. ഞാനിവിടെ പോവാനാ. ഞാൻ പോവില്ല. നീ ഇവിടെ പോയില്ല? ഇല്ല. നീ പോകുന്ന ഞങ്ങൾ നോക്കാം. ഇവൻ കരിങ്കാരിയാ. പൈമുതലായുടെ കടയിലെ പണിക്കാരായിരുന്നു ഞങ്ങള്. ഇവൻ കാരണം ഞങ്ങൾ ജോലി പോയി. അതിന് നിങ്ങൾ ഇയാളെ വന്ന് തല്ലിയിട്ട് എന്താ കാര്യം? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഞാനോ? ഇത് സർക്കിൾ ഇൻസ്പെക്ടർ മേനോൻ സാറിന്റെ മോളാ. ആളെ മനസ്സിലായില്ല. ആ, നിങ്ങളൊക്കെ പോണം. അവര് സ്വർണ്ണക്കടയിലെ മാല മാറ്റി വെച്ചെന്നെ കള്ള പോലീസിനെ തല്ലു വിളിച്ചതും പോരാ, ഇപ്പൊ അവര് എന്നെ തല്ലാൻ വന്നിരിക്കുന്നു. പോട്ടെ, സാരമില്ല, കരയണ്ട. ഞാനിവിടെ നിന്ന ഇനി അവരെന്നെ തല്ലും. ഞാനിവിടുന്ന് പോകാൻ പോവാ. എന്താ പേര്? ഉണ്ണി, ഉണ്ണികൃഷ്ണൻ. ഉണ്ണി ആരും തല്ലാനൊന്നും പോകുന്നില്ല. ഉണ്ണി പോയിരുന്നു ജോലി. ഒന്നുമില്ലെങ്കിലും നേരെ മുന്നിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ താമസിക്കുന്നില്ലേ? അവന്മാർ വന്ന് നിന്നെ തള്ളിയോ? അവന്മാർ എങ്ങനെ വെറുതെ വിട്ടുകൂടാ? നമ്മൾ ഇപ്പോൾ തന്നെ പോലീസിന് ഫോൺ ചെയ്ത് അവന്മാരുടെ സാർത്ഥം. വേണ്ട മുതലാളി, അവരെ പോലീസിൽ ഏൽപ്പിച്ച ഇനി അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. തള്ളിക്കൊല്ലാൻ നീ എന്താ പട്ടിയോ പൂച്ചയാണോ? അവന്മാർ സമരം ചെയ്യാൻ പോണൂന്നും പറഞ്ഞ് നോട്ടീസ് തന്നിരിക്കണു. ചെയ്യട്ടെ, നമ്മൾ സ്വർണ്ണക്കട പൂട്ടിയിടും. പൂട്ടിയിട്ടാൽ നമ്മൾക്ക് പരമസുഖമാണ്. ഒരു ടെൻഷനുമില്ല. വീട്ടിലിരുന്ന് സുഖമായിട്ട് 4 നേരം ഭക്ഷണം കഴിക്കാം. ശരീരം നന്നാവുകയും ചെയ്യും. കട പൂട്ടിയിടൊന്നും വേണ്ട പപ്പ. നിനക്ക് പ്രാന്താണ്. ഞാനല്ലേ കട പൂട്ടണേ? എന്റെ പപ്പ ഗോപാലപ്പൈ സത്തപ്പോ ഹാഫ് ഡോർ തുറന്നു വെച്ച് കച്ചവടം നടത്തിയവനാണ് ഈ ഞാൻ, വെങ്കടേശ്വരപ്പൈ. ബപ്പയാണെങ്കിലും സത്തപ്പ പോയി. കല്യാണ പാർട്ടിക്ക് പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും. നമ്മളുടെ ഗുഡ്വിൽ പോകും. നീ പേടിക്കൊന്നും വേണ്ട ഉണ്ണി. നീ ധൈര്യമായിട്ട് പോയി പൊന്നുമണി ചെയ്യൂ. ധൈര്യമായിട്ട് പോകൂ ഉണ്ണി. അറിയിപ്പോ ഉണ്ണി പോകൂ. അരെ നിർമ്മൽ, നിന്റെ മാറുകയിൽ ഇവനെ കൊണ്ടാക്കൂ. വരൂ ഉണ്ണി. അനിക്കുണേക്കൂ. നീ ഇടയ്ക്കൊക്കെ ചെന്നായി ഇവന് നല്ല ധൈര്യം കൊടുക്കണം. ധൈര്യം കൊടുക്കാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം? ചെല്ലു. മായച്ചി വന്നോണ്ട് അവര് പോയത്. എന്നിട്ട് നീ മായച്ചിയോട് നന്ദി പറഞ്ഞോ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവരോട് നിന്നില്ല. നന്ദി പറയാൻ വേണ്ടി ആരെങ്കിലും നിന്ന് തരുമോ? നീ ഒരു മണക്കൂസ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താ അതിന് താങ്ക്സ് പറയണം, അല്ലെങ്കിൽ മോശമല്ലേ? എനിക്കൊന്നും അറിഞ്ഞുകൂടാനിട്ടാ. ശരി, നീ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. എന്താ പോരെ? അത് മതി. എണീക്കടാ. ഒന്ന് വേഗം എണിച്ചടാ. ചേടാ, നന്ദി പറഞ്ഞ കാല് കെട്ടി വീണിട്ടല്ല. കാല് കെട്ടി വീണെന്ന് പറഞ്ഞില്ല എന്നോട്. പണിക്കാരൻ ഇവരെ രക്ഷപ്പെടുത്തിയതിന് നന്ദി പറയാൻ വന്നതാ. പട്ടണത്തിലൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ തന്റെ ഇടം വേണം. ഇങ്ങനെയായാലും എങ്ങനെയാ? എന്നെ പോലെ അല്ലേ മായ ചേച്ചി? ഓ, തന്റെ ധൈര്യം കോളേജ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതിപ്പോ പോലീസുകാർ വന്നാൽ ഞാൻ ഓടും. ഇരിക്കൂ. ഇരിക്കടാ. എവിടെ വീട്? തൃത്താല. ഇങ്ങനെ പേരും സ്ഥലമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു വിടാനാണോ മായ ചേച്ചിയുടെ ഉദ്ദേശം? അത് നടപ്പില്ല. കാപ്പി തരുന്നില്ലേ? ഉണ്ണിയപ്പം വേണം. ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ വേറൊരു കുട്ടിയുണ്ട്, ഒരു മനുഷ്യൻ പറ്റൂല. ഓ സിന്ധു, അറുത്ത് മുറിച്ച് സംസാരിക്കെങ്കിലും ആ കുട്ടിയും പാവാ. വരുന്നുണ്ട്. ആഹാ, ഇതാര്? സിന്ധു ആള് കൊള്ളാമല്ലോ. വെള്ളം എടുക്കാൻ വന്നപ്പോ സിന്ധുവിനെ വരട്ടി അല്ലേ? നീ ഇരുന്നോടാ. ഇരുന്നോളൂ. കണ്ടോ, ഇരിക്കാൻ പറഞ്ഞില്ലേ? ഇപ്പൊ സിന്ധുവിന് മനുഷ്യപ്പറ്റുണ്ടോ? മനുഷ്യപ്പറ്റോ? അതെന്ത് പറ്റാ? അത് അതൊന്നുമില്ല. ഉണ്ണിയപ്പ വന്നല്ലോ. കൊതിയൻ. ഒരു
ഉറക്കത്തിൽ അറിയാതെ കൈകൊണ്ട് പൊട്ടതാ. ഉണ്ണി, ഇനി പൊട്ടത് നന്നായിട്ട് വിളക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിയില്ലെങ്കിൽ ഇവർക്ക് എന്താ പണി? അല്ലേ കൊച്ചേട്ടാരെ? ഈ പൈസ ഒന്നും വേണ്ട. അത് പറ്റില്ല. ജോലി ചെയ്താ പൈസ വാങ്ങണം. ദാ വാ. എന്താ ഉണ്ണി, പേടിയൊക്കെ മാറിയോ? ഇപ്പോ തന്റെ ഇടം തോന്നുന്നുണ്ടോ? ആ, ഉണ്ണിയോ? വരൂ, ഇരിക്കൂ. ഇരിക്കാൻ എന്താ വന്നത്? ഒന്നുമില്ല, വെറുതെ. വെറുതെ ഉണ്ണി വരില്ല എന്ന് എനിക്കറിയാം. അത് ഒരു ഒരു കാര്യം അറിയാൻ വന്നാ. എന്താ ഉണ്ണി? അത് ഞാൻ അല്ലെങ്കിൽ വേണ്ട. എന്താന്ന് വെച്ചാ ചോദിക്കൂ ഉണ്ണി. ഇങ്ങനെ നാണിക്കാൻ തുടങ്ങിയാലോ? അല്ല, പിന്നെ ഈ തൻ്റെ ഇടം ഉണ്ടാകുന്ന എങ്ങനെ? ഇതറിയാൻ വേണ്ടിട്ടാണോ വന്നത്? കൊള്ളാം. ഈ തന്റെ ഇടം എന്ന് പറയുന്നത് പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്നതല്ല. ആണുങ്ങൾക്ക് തന്റെ ഇടം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? അതെങ്ങനെയാ വരുന്നത്? മരുന്ന് കഴിച്ചാ കിട്ടൂ? എന്റെ ഉണ്ണി, ഇയാൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. ആദ്യം വേണ്ടത് ഉണ്ണിയുടെ ഈ രൂപം തന്നെ ഒന്ന് മാറ്റണം. ഈ കടുക്കനൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിക്കൂടെ? ഇക്കാലത്ത് ആണുങ്ങൾ ആരെങ്കിലും കടുക്കനിടുവോ? ഞങ്ങളുടെ ആൾക്കാരെല്ലാം കടുക്കനിടും. അതൊക്കെ പണ്ടത്തെ കാലമാ. മാത്രമല്ല, ഇത് പട്ടണമാ. പട്ടണത്തിൽ വരുമ്പോ അതിൻ്റെതായ രീതിയിൽ നടക്കണ്ടേ? എന്തോ ഇത്? ഇത് കോട്ടക്കൽ ആര്യ ഫാർമസിയിൽ നിന്ന് വാങ്ങിയ ഗുലു ഗുലു രസായനം. നീ തന്റെ ഇടം ഉണ്ടാകുന്ന എങ്ങനെയാന്ന് ചേച്ചിയോട് ചോദിച്ചില്ലേ? എന്നോട് ചോദിച്ചാ പോരെ? ഇത് തന്റെ ഇടം ഉണ്ടാകുന്നതിനുള്ള ലേമാ. തന്നെ ഉണ്ടാവൂ? പിന്നെ ഇപ്പൊ തന്നെ 2 സ്പൂൺ കഴിച്ചോ. കടുക്കനൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിക്കൂടെ? ഇക്കാലത്ത് ആണുങ്ങൾ ആരെങ്കിലും കടുക്കനിടുവോ? ആഹാ, ഉണ്ണിയോ? ഇന്നലെ വെളുക്കോളം മുറിയിൽ ലൈറ്റ് കണ്ടല്ലോ. എന്തായിരുന്നു? കുറച്ച് പണി തീരാനുണ്ടായിരുന്നു. തന്റെ ഇടം ഉണ്ടാകാൻ വേണ്ടി നിർമ്മൽ വാങ്ങിച്ചു തന്ന മരുന്ന് കഴിച്ചോ? ഓ, അത് കഴിച്ചിട്ട് വയറിളക്കം വിട്ടുമാറുന്നേ ഇല്ല. ഞാനിപ്പോ അത് തൊടുന്നില്ല. എന്താ ചെവിയില്? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെന്താ മറച്ചു പിടിച്ചിരിക്കുന്നേ? ഹായ്, സ്റ്റൈലായിട്ടുണ്ട്. ഇനി ഉണ്ണി ഈ ഹെയർ സ്റ്റൈലും കൂടെ ഒന്ന് ആരെങ്കിലും ഇങ്ങനെ മുടി ചെയ്യുവോ? ചെറുപ്പം മുതലേ ഇതിങ്ങനെ ആയിപ്പോയി. ഇനി ഇത് മാറുമോ? നീ വിഷമിക്കേട്ടാ, നിന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ ഇപ്പൊ വേണ്ട. ഈ മുടിയൊക്കെ